പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. മൈസൂർ വൈറ്റ് പാലസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വിടുകയുള്ളൂ. അങ്ങനെ ദൂരെ നിന്ന് കാണുന്നത് കേട്ടോ ആ തൂവെള്ള കൊട്ടാരം. അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഭംഗി നമുക്ക് ദൂരെ നിന്നേ കാണാം. അങ്ങനെ നമ്മളവിടെ പാലസിലേക്ക് ഇറങ്ങി കേട്ടോ. കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പാലസിലേക്ക് എൻ്റർ ആവുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് പാലസിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഗൈഡുകളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഓൾഡ് ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അത് എന്തെങ്കിലും ഫയറും കാര്യങ്ങളൊക്കെ അപകടമൊക്കെ ആകുമ്പോൾ യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ മുകളിലുള്ളത് ഗസ്റ്റിന് മാത്രം താമസിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. പിന്നെ നമുക്കുള്ളത് ഒരു ചായ സൽക്കാരാണ് കേട്ടോ, നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ 100 രൂപ എന്തോ ആണ് ടിക്കറ്റ് റേറ്റ് വന്നിരുന്നത്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് റേറ്റ് കൂട്ടിയൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ അവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കുറേ വരാന്തകളാണ്, നീളൻ വരാന്തകളാണ് കേട്ടോ. പിന്നീട് വരുന്നത് പുറമേക്കുള്ള ഗാർഡനിങ് ആണ്. അവിടെ കുറേ പല പല തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ നടുക്കാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത് കേട്ടോ. സ്വിമ്മിംഗ് പൂള് ഗസ്റ്റുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ലളിതമഹൽ പാലസിലെ കാഴ്ചകൾ. ഈ ലളിതമഹൽ പാലസ് നമ്മുടെ മൈസൂർ രാജാവിൻ്റെ ഒരു റിലേഷനായിട്ടുള്ള ഒരു നർത്തകിയുണ്ട്. അവർക്ക് വേണ്ടി രാജാവ് പണിത പാലസാണ് ലളിതമഹൽ പാലസ്. ഇതിനാണ് വൈറ്റ് പാലസ് എന്നും പേരുള്ളത്. അപ്പോൾ ഇത് റൂംസായിട്ടും ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. അപ്പോൾ പാലസിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. അങ്ങനെ പാലസിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മൈസൂർ വരികയാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പാലസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കുക.